ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭാഗവതത്തിൻ്റെ മൂന്നാമത്തെ സ്കന്ധത്തിൽ വിതുരരും ഉദ്ധവരും തമ്മിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. ഉദ്ധവരാരാണ്? ഒരു യാദവ പ്രമാണിയാണ്. വൃഷ്ണിവംശത്തിൽ ജനിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉദ്ധവർക്ക് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങളാണ് പിൽക്കാലത്ത് ഉദ്ധവ ഗീത എന്ന് അറിയപ്പെടുന്നത്. ആ സമയത്താണ് ഭഗവാൻ കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യവും അതുപോലെ തന്നെ കലിയുഗത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യവും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കല്, അതായത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിതുരര് ദുര്യോധനനെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് യുദ്ധം അത് സർവനാശമാണെന്നും പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം എന്നുള്ള കാര്യവും ദുര്യോധനനോട് പറയുന്നു. പക്ഷേ വിതുരരുടെ ഉപദേശം ദുര്യോധനൻ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, വിതുരരോട് വളരെയധികം അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. അതോടുകൂടി വിതുരർക്ക് വളരെയധികം സങ്കടമുണ്ടാവുകയും അങ്ങനെ ഹസ്തിനാപുരത്തു നിന്നും യാത്രയാവുകയും ചെയ്തു. അങ്ങനെ മഹാഭാരത യുദ്ധം തീർന്നതിന് ശേഷം ഒരിക്കല്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം വിതുരരും ഉദ്ധവരും തമ്മിൽ യമുനാ നദിയുടെ തീരത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ ഈ ദുര്യോധനനുമായി പിണങ്ങിപ്പോയ വിതുരര് പല തീർത്ഥ സ്നാനം ചെയ്തിട്ട്, തീർത്ഥ പ്രദേശങ്ങളില്, തീർത്ഥഘട്ടങ്ങളില് സ്നാനം ചെയ്തിങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസരത്തില് യമുനാ നദിയുടെ തീരത്ത് വെച്ചാണ് ഉദ്ധവരെ കാണുന്നത്. നമ്മുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരം തീർത്ഥ സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പുണ്യനദികളിൽ സ്നാനം ചെയ്ത് പ്രാർത്ഥിക്കുക, അതിന് വളരെ പ്രാധാന്യമാണുള്ളത്. അങ്ങനെ യമുനാ നദിയുടെ തീരത്ത് വെച്ച് ഉദ്ധവരെ കാണുകയും മഹാഭാരത യുദ്ധം കഴിഞ്ഞു എന്നുള്ള കാര്യവും യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യവും അതുകൂടാതെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു, അതുകൂടാതെ ബലരാമൻ ഈ ലോകം വിട്ടു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്ധവരോട് വളരെ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അതുകൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്ന ആ സമയത്ത്, അതിനു മുമ്പായിട്ട് ഭഗവാൻ ഉദ്ധവർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു നൽകി എന്നും ആ ബ്രഹ്മവിദ്യ അവിടെ ഉണ്ടായിരുന്ന മൈത്രേയ മഹർഷിയോട് വിതുരർക്ക് കൂടി പറഞ്ഞു കൊടുക്കണമെന്ന് പ്രത്യേകം ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് മൈത്രേയ മഹർഷിയെ ചെന്ന് കാണണം എന്നുള്ള കാര്യം വിതുരരോട് ഉദ്ധവര് പറയുന്നു. അങ്ങനെ വിതുരരോട് യാത്രയും പറഞ്ഞതിന് ശേഷം ഉദ്ധവര് ബദരികാശ്രമത്തിലേക്ക് പോകുന്നു. അങ്ങനെ ബദരിയാശ്രമത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ള കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഉദ്ധവര് യാത്രയായതിനു ശേഷം വിതുരര് മൈത്രേയ മഹർഷിയെ കാണാനായിട്ട് പോകുന്നു. ഹരിദ്വാറിലാണ് മൈത്രേയ മഹർഷിയുടെ ആശ്രമം. അങ്ങനെ മൈത്രേയ മഹർഷിയെ ചെന്നു കണ്ടിട്ട് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ആ തത്വങ്ങളെല്ലാം തന്നെ വിതുരര് മൈത്രേയ മഹർഷിയിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ മൈത്രേയ മഹർഷിയാണ് ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മങ്ങളെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മൈത്രേയ മഹർഷി വിതുരരോട് പറയുന്നുണ്ട്, ഒരു നേരിയ സൂചി മുന കൊണ്ട് ഒരു തളിരിലയിൽ കുത്തിയാൽ അത് തുളഞ്ഞ് മറുപുറത്തെത്തുന്ന ആ സമയമാണ് ക്ഷണനേരം. 30 ക്ഷണത്തിന് ഒരു ത്രുടി എന്നാണ് പറയുന്നത്. 30 ത്രുടിക്ക് ഒരു കല എന്ന് പറയുന്നു. 30 കലയ്ക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ മാത്ര എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു വിരൽ ഞൊടിയുടെ സമയം, അതാണ് ഒരു മാത്ര. 40 മാത്ര സാധാരണ മനുഷ്യന്റെ ഒരു
നെടുവീർപ്പിന്റെ സമയമാണ്. 6 വീർപ്പ് അല്ലെങ്കിൽ 240 മാത്ര ഒരു വിനാഴികയാണ്. 60 വിനാഴികയാണ് ഒരു നാഴിക. 60 നാഴിക ഒരു മനുഷ്യന്റെ ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഒരു അഹോരാത്രം. 15 അഹോരാത്രം അല്ലെങ്കിൽ 15 ദിവസം ഒരു പക്ഷമാണ്. 2 പക്ഷം അതായത് 30 ദിവസം ഒരു മാസമാണ്. ഹരേ കൃഷ്ണ. നമ്മൾ പറയില്ലേ, വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, ശുക്ലപക്ഷം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു മാസം, നമ്മുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ്. അതിൽ തന്നെ കറുത്ത പക്ഷം അവരുടെ രാത്രിയും വെളുത്ത പക്ഷം പിതൃക്കളുടെ പകലുമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇത്ര നാഴിക, ഇത്ര വിനാഴിക എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. ശുക്ലപക്ഷ ഏകാദശി അല്ലെങ്കിൽ കൃഷ്ണപക്ഷ ഏകാദശി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. 365 അഹോരാത്രങ്ങൾ അതായത് 365 ദിവസങ്ങൾ. ഇത്രയും ദിവസങ്ങൾ കൂടുമ്പോൾ മനുഷ്യർക്ക് ഒരു വർഷമാകുന്നു. 12 മാസങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അതിൽ ഉത്തരായനം അതായത് മകരം മുതൽ 6 മാസം പകലും ദക്ഷിണായനം രാത്രിയും ആണ്. മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണ്. 360 മനുഷ്യവർഷം ദേവന്മാരുടെ ഒരു വർഷമാണ്. അതിന് ദേവവർഷം എന്നും ദിവ്യവർഷം എന്നും പറയുന്നു. അങ്ങനെ 4800 ദിവ്യവർഷങ്ങൾ അല്ലെങ്കിൽ 17,28,000 മനുഷ്യ സംവത്സരമാണ് കൃതയുഗ കാല ദൈർഘ്യം. 3600 ദിവ്യവർഷം ത്രേതായുഗത്തിന്റെ കാലമാണ്. 2400 ദിവ്യവർഷം ദ്വാപരയുഗത്തിന്റെ കാലദൈർഘ്യമാണ്. 1200 ദിവ്യവർഷങ്ങൾ കലിയുഗത്തിന്റെ കാല ദൈർഘ്യമാണ്. അങ്ങനെ 4 യുഗങ്ങൾക്കും കൂടി ആകെ 12,000 ദിവ്യവർഷങ്ങൾ അല്ലെങ്കിൽ 43,20,000 മനുഷ്യവർഷങ്ങൾ ഉണ്ട്. ഈ 4 യുഗങ്ങൾക്കും കൂടി ഒരു ചതുർയുഗം എന്ന് പറയുന്നു. അപ്രകാരമുള്ള 1000 ചതുർയുഗങ്ങളുടെ കാലം ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. അതിനുശേഷം അദ്ദേഹം നിദ്രയ്ക്ക് ഒരുങ്ങുന്നു. പകലിന്റെ അന്ത്യത്തിൽ നിദ്ര ആരംഭിക്കുന്ന കാലത്തിന് കൽപ്പം എന്ന് പറയുന്നു. അന്നു മുതൽ പിന്നെ പ്രളയമാണ്. അതായത് ബ്രഹ്മദേവൻ സുഷുപ്തിയിൽ ലയിച്ചിരിക്കുന്ന രാത്രികാലമാണ് പ്രളയം എന്ന് പറയുന്നത്. പകല് പോലെ 1000 ചതുർയുഗങ്ങളുടെ കാലദൈർഘ്യം വിരിഞ്ചന്റെ അതായത് ബ്രഹ്മദേവന്റെ രാത്രിക്കും ഉണ്ട്. അങ്ങനെ പകലും രാത്രിയും കൂടിയുള്ള 2000 ചതുർയുഗങ്ങളുടെ കാലമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം, അതായത് ഒരു ബ്രഹ്മദിനം. 360 ബ്രഹ്മദിനം ഒരു ബ്രഹ്മവർഷം. അങ്ങനെയുള്ള 100 ബ്രഹ്മവർഷം കൂടുന്നതാണ് ബ്രഹ്മദേവന്റെ ആയുസ്. ഈ ബ്രഹ്മായുസ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഒരു നിമിഷം മാത്രമാണ്. അതുപോലെ 4 യുഗങ്ങളാണ് ഉള്ളത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ. കൃതയുഗത്തിനെയാണ് സത്യയുഗം എന്നുകൂടി പറയുന്നത്. അങ്ങനെ ബ്രഹ്മദേവന്റെ രാത്രി അത് പ്രളയം. ആ പ്രളയകാലത്ത് സർവവും വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ലോകരക്ഷകനായ മഹാവിഷ്ണു ഒരു ശിശുവിൻ്റെ രൂപത്തിൽ ഒരു അരയാലില പുറത്ത് അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു.
അദ്ദേഹത്തിന്റെ പൊക്കിളിൽ നിന്നും ഒരു ചെന്താമര പൊട്ടി വിരിഞ്ഞ് അതിൽ നിന്നും അദ്ദേഹത്തിന്റെ അംശം കൊണ്ട് തന്നെ ബ്രഹ്മദേവൻ ജനിക്കുന്നു. സർവവും പ്രളയസാഗരത്തിൽ മുങ്ങിക്കിടന്ന ഈ അവസരത്തിൽ താൻ എങ്ങനെയുണ്ടായി, ഈ താമരപ്പൂവിന്റെ ഉൽപ്പത്തി അത് എവിടെ നിന്നാണ്, താൻ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, താൻ ആരാണ് എന്നുള്ള ആ ചിന്തയോടുകൂടി വിരിഞ്ചൻ, അതായത് ബ്രഹ്മദേവൻ 4 ദിക്കുകളിലേക്കും മുഖം തിരിച്ചു നോക്കിയതിനാൽ 4 മുഖങ്ങളും 8 കണ്ണുകളും അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം പിന്നീട് ആ താമര തണ്ടിൽ കൂടി താഴോട്ട് ഇറങ്ങി. അപ്പോൾ ദിവ്യമോഹനമായ വൈകുണ്ഠത്തെയും അനന്തനാകുന്ന പള്ളിമെത്തമേൽ ശയിക്കുന്ന നാരായണമൂർത്തിയെയും കണ്ട് ബ്രഹ്മദേവൻ താണു വണങ്ങി നമസ്കരിച്ചു. താൻ നൽകിയ ദിവ്യ ശക്തി കൊണ്ട് സൃഷ്ടി നടത്തുവാൻ മഹാവിഷ്ണു വിധാതാവിനോട് അരുളി ചെയ്തു. അതോടൊപ്പം വേദങ്ങളും മഹാവിഷ്ണു ബ്രഹ്മദേവന് ഉപദേശിച്ച് കൊടുത്തു. ഇനി നമുക്ക് ബ്രഹ്മദേവന്റെ സൃഷ്ടിയെ പറ്റി നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ ഭാഗവതത്തിലെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ബ്രഹ്മദേവൻ ആദ്യമായി 14 ലോകങ്ങളും അടങ്ങിയ സ്വർഗം, ഭൂമി, പാതാളം എന്ന 3 പ്രധാനപ്പെട്ട ലോകങ്ങളെയാണ് സൃഷ്ടിച്ചത്. ത്രിലോകം, ത്രിഭുവനം എന്നൊക്കെയുള്ള നാമങ്ങളും അവയ്ക്ക് ഉണ്ടായി. ഭൂമി അപ്പോഴും വെള്ളത്തിന്റെ നിരപ്പിൽ തന്നെ കിടന്നിരുന്നു. ഒരിക്കൽ ശ്രീഹരി നിദ്രയിൽ ലയിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ കടിക്കുന്നതായി തോന്നുകയും അങ്ങനെ അദ്ദേഹം തൻ്റെ ചെറുവിരൽ തുമ്പിനാൽ അദ്ദേഹത്തിന്റെ ആ ചെവിയിലുണ്ടായിരുന്ന ആ കർണമലം എടുത്തിട്ട് ദൂരത്തേക്ക് എറിയുകയും ചെയ്തു. തൽക്ഷണം ആ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാരുണ്ടായി. ആ അസുരന്മാരാണ് മധു എന്നും കൈഢബൻ എന്നും അറിയപ്പെടുന്നത്. അവര് 2 പേരും ചുറ്റും നോക്കി, എങ്ങും പ്രളയം മാത്രം. അങ്ങനെ അവര് നോക്കുന്നതിന്റെ ഇടയ്ക്കാണ് അതാ താമരപ്പൂവിന്റെ ഉള്ളിൽ ഒരാള് ഇങ്ങനെ ഇരിക്കുന്നു. ഉടൻ തന്നെ അയാളെ അങ്ങ് ആക്രമിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മദേവന്റെ നേരെ അവര് 2 പേരും കൂടി പാഞ്ഞു വരുന്നത്. ബ്രഹ്മദേവൻ ഭയപ്പെട്ടു. ബ്രഹ്മദേവൻ ഭയപ്പെട്ട് മഹാവിഷ്ണുവിൽ അഭയം തേടുന്നു. ബ്രഹ്മദേവനെ രക്ഷിക്കുന്നതിനായി ഭഗവാൻ അവരെ തടുത്തു പിടിച്ച് തൻ്റെ തൃത്തുടമേൽ നിർത്തി സുദർശനത്താൽ അവരെ വധിച്ചു. അവരുടെ ശരീരത്തിൽ നിന്നും വന്ന ആ മേധസ് ജലനിരപ്പിൽ കിടന്നിരുന്ന ഭൂമിയുടെ മേൽ വീണു. അങ്ങനെ ആ മേധസ് ഒരു കരയായി പരിണമിക്കുന്നു. മേധസ്സിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ട് ആ ധരാതലത്തിന് മേധിനി എന്ന ഒരു പേര് കൂടി ഉണ്ടായി. നമ്മൾ ഭൂമിയുടെ പര്യായം പറയുമ്പോൾ മേധിനി എന്നുകൂടി പറയുന്നത് അതുകൊണ്ടാണ്. ഈ രാക്ഷസന്മാരുടെ മേധസ്, ആ മേധസ് പിന്നീട് കരയായി തീർന്നു എന്നും അതുകൊണ്ടാണ് ഭൂമിക്ക് മേധിനി എന്ന ഒരു പേര് കൂടി ലഭിച്ചത് എന്നുമുള്ള കാര്യം ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന 4 മുനിമാരെ സൃഷ്ടിച്ചു. ബ്രഹ്മദേവന്റെ ആദ്യത്തെ സൃഷ്ടിയാണത്. അദ്ദേഹം ആ മുനികുമാരന്മാരോട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുവാൻ ആജ്ഞാപിച്ചു. പക്ഷേ അവർ മുനിമാരാണ്. സദാ വിഷ്ണുഭക്തിയിൽ മാത്രം ലയിച്ചിരുന്ന അവർ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചില്ല. തൻ്റെ പുത്രന്മാരായ സനകാദി മുനികൾ, അതായത് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ
മുനികൾ തൻ്റെ ആജ്ഞകൾ അനുസരിച്ചില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവന് വളരെയധികം കോപം തോന്നുകയും പിന്നീട് അദ്ദേഹം തൻ്റെ കോപത്തിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു ബാലനെ സൃഷ്ടിക്കുകയും ചെയ്തു. ആ ബാലൻ ബ്രഹ്മദേവന്റെ പുരികത്തിന്റെ മധ്യത്തിൽ നിന്നാണ് പുറത്തു വന്നത്. ആ പുത്രന് ബ്രഹ്മദേവൻ രുദ്രൻ എന്ന് പേരിട്ടു. അതിനുശേഷം ആ പുത്രനോട് സൃഷ്ടികർമ്മം ചെയ്യുവാൻ ബ്രഹ്മദേവൻ കൽപ്പിച്ചു. അങ്ങനെ ആ രുദ്രൻ സൃഷ്ടികർമ്മം തുടങ്ങി. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച സൃഷ്ടികൾ എല്ലാവരും തന്നെ ഭീകര രൂപികളും മറ്റു ജീവികളെ പിടിച്ച് തിന്നുന്നവരുമായിരുന്നു. അത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടി മതിയാക്കി രുദ്രനോട് തപസ് ചെയ്യുവാൻ പറയുകയും ചെയ്തു. അതനുസരിച്ചിട്ട് രുദ്രൻ തപസ് ചെയ്യുന്നു. പിന്നീട് ബ്രഹ്മദേവൻ തൻ്റെ ശക്തിയെ അവയവങ്ങളിൽ വ്യാപരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മനസ്സിൽ നിന്ന് മരീചിയെയും കണ്ണുകളിൽ നിന്ന് അത്രിയെയും മുഖത്തു നിന്ന് അങ്കിരസിനെയും കർണങ്ങളിൽ നിന്ന് പുലസ്ത്യനെയും നാഭിയിൽ നിന്ന് പുലഹനെയും കയ്യിൽ നിന്ന് ക്രതുവിനെയും ത്വക്കിൽ നിന്ന് ഭൃഗുവിനെയും സൃഷ്ടിച്ചു. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ ഇവരാണ് സപ്തമാമുനികൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രാണനിൽ നിന്ന് വസിഷ്ഠനും വലതുകാലിന്റെ പെരുവിരലിൽ നിന്ന് ദക്ഷനും മടിയിൽ നിന്ന് നാരദനും വലത്തെ മുലയിൽ നിന്ന് ധർമ്മദേവനും നിഴലിൽ നിന്ന് കർദമനും സൗന്ദര്യത്തിൽ നിന്ന് സരസ്വതിയും വിയർപ്പിൽ നിന്ന് ജാമ്പവാനും ജ്ഞാനശുദ്ധിയിൽ നിന്ന് ഗർഗനും അവതരിക്കുന്നു. ഇവരെല്ലാവരും തന്നെ ബ്രഹ്മാവിന്റെ സന്തതികളായി അറിയപ്പെടുന്നു. പിന്നീട് ബ്രഹ്മദേവൻ തന്റെ ദക്ഷിണ ഭാഗത്തു നിന്നും ഒരു പുരുഷനെയും വാമഭാഗത്തു നിന്നും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. ആ പുരുഷന് സ്വയംഭൂവ മനു എന്നും ആ സ്ത്രീക്ക് ശതരൂപ എന്നും പേരിടുന്നു. അവരെ തമ്മിൽ ബ്രഹ്മദേവൻ വിവാഹം കഴിപ്പിക്കുന്നു. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രികളും ഉണ്ടായി. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നായിരുന്നു ഈ 2 പുത്രന്മാരുടെയും പേരുകൾ. പെൺകുട്ടികളുടെ പേരുകൾ ആകൂതി എന്നും ദേവഹൂതി എന്നും പ്രസൂതി എന്നുമായിരുന്നു. ബ്രഹ്മദേവൻ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും ദേവന്മാരെയും അസുരന്മാരെയും ഗന്ധർവന്മാരെയും അപ്സരസുകളെയും ഭൂതങ്ങളെയും പിശാചുക്കളെയും പിതൃക്കളെയും വിദ്യാധരന്മാരെയും കിന്നരന്മാരെയും കിം പുരുഷന്മാരെയും പാമ്പുകളെയും അതുകൂടാതെ ഋഷികളെയും പിന്നീട് ധർമ്മവും അധർമ്മവും വേദവും ശാസ്ത്രവും എല്ലാം തന്നെ സൃഷ്ടിച്ചു. നമ്മൾ പറഞ്ഞു, ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തിന്റെ ദക്ഷിണ ഭാഗത്തു നിന്നും ഒരു പുരുഷനെയും വാമഭാഗത്തു നിന്നും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ആ പുരുഷന് സ്വയംഭുവ മനുവെന്നും, അതായത് സ്വയമേവ ഉണ്ടായ ആദ്യത്തെ മനു എന്നും, സ്ത്രീക്ക് ശതരൂപ എന്നും പേരിട്ടു എന്ന് പറഞ്ഞു. അവർ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു എന്നും പറഞ്ഞു. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രികളും ജനിച്ചു എന്നും നമ്മൾ പറഞ്ഞു. ആ ദമ്പതികൾക്ക് ജനിച്ച പുത്രന്മാരുടെ പേരുകൾ പ്രിയവ്രതനെന്നും ഉത്താനപാദൻ എന്നും ആണ് എന്നും നമ്മൾ പറഞ്ഞു. പെൺകുട്ടികളുടെ പേര് ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നും ആണ്. ആകൂതിയെ രുചി എന്ന പ്രജാപതിയും ദേവഹൂതിയെ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ജനിച്ച കർദമനും പ്രസൂതിയെ ദക്ഷനും വിവാഹം കഴിച്ചു. പിന്നീട് അവരുടെ സന്താന പരമ്പരയാണ് ഈ ലോകത്തിൽ കാണപ്പെട്ടത്. ഹരേ കൃഷ്ണ. അങ്ങനെ ബ്രഹ്മാവിന്റെ സൃഷ്ടികർമ്മങ്ങളെ പറ്റിയൊക്കെ തന്നെ മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ടതിനു ശേഷം വിതുരർ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി,
സ്വയംഭുവ മനു ശതരൂപയെ സ്വീകരിച്ചതിനു ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വയംഭുവ മനു ശതരൂപിയെ സ്വീകരിച്ചതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു ഈ ലോകത്തിൽ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. എല്ലാവരും ആ ഭാഗത്തിനായി കാത്തിരിക്കണം എന്നും മാധവത്തിന്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.